വാർത്തകൾ വിശദമായി. ശക്തമായ കാറ്റിലും മഴയിലും കണ്ണൂർ തളിപ്പറമ്പ് പന്നിയൂർ കാലിക്കടവ് ചെറുകര കൂവൻകുന്നിൽ പുഞ്ചായിൽ ജെയ്സന്റെ വീട്ടിന് മുകളിൽ തെങ്ങ് പൊട്ടി വീണ് 3 പേർക്ക് പരിക്കേറ്റവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടിന് സമീപത്തുണ്ടായിരുന്ന തെങ്ങ് പൊട്ടിവീണത്. തെങ്ങ് വീഴുന്ന സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന ജെയ്സന്റെ പിതാവ് തോമസ്, ഭാര്യ സെലീന, മകൻ സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ തലയ്ക്കാണ് ഓടിവീണ നിസ്സാര പരിക്കേറ്റത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. മാസങ്ങൾക്ക് മുന്നെയാണ് ലൈഫ് ഭവന പദ്ധതി വഴി വീട് നിർമ്മിച്ചത്. വാർഡ് മെമ്പർ കെ ഷൈമയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തെങ്ങ് മുറിച്ചുമാറ്റി. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. 24 മണിക്കൂറിനിടെ കണ്ണൂർ ജില്ലയിൽ പെയ്തത് ശരാശരി 68.6 മില്ലിമീറ്റർ മഴ. ഒരു വീട് പൂർണ്ണമായും 4 വീടുകൾ ഭാഗികമായും തകർന്നു. സ്കൂളുകൾ, അങ്കണവാടികൾ, മതപഠന സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചു. കോളേജുകൾ പ്രവർത്തിക്കും. പെരുമ്പ നദീ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള 24 മണിക്കൂറിനിടെ ജില്ലയിൽ പെയ്തത് ശരാശരി 68.6 മില്ലിമീറ്റർ മഴയാണ്. ഒരു വീട് പൂർണ്ണമായും 4 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ കനത്തതോടെ മലയോര മേഖലയിലെ ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർന്നു. തേജസ്വിനി പുഴയിലും തിരുമേനിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. തിരുമേനിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മുളപ്ര തടയണയുടെ മുകളിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ തലശ്ശേരിയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. മഞ്ഞോടി, കുയ്യാലി, TC മുക്ക് ഭാഗങ്ങളിൽ റോഡിൽ വെള്ളം കയറി. ഉദയഗിരി പഞ്ചായത്തിലെ കോളിയിലെ മൂര്യത്ത് സതീഷിന്റെ വീട്ടുമുറ്റമിടിഞ്ഞു. വീട് അപകട ഭീഷണിയിലായി. തോണ്ടിക്കുഴിയിൽ മരം വീണ് വൈദ്യുതി തൂൺ തകർന്നു. പുതുശ്ശേരി ലളിതയുടെ ഒട്ടേറെ കമുകുകൾ ഒടിഞ്ഞു വീണു. പൂവൻചാലിൽ മരം ഒടിഞ്ഞ് റോഡിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചുള്ളിപ്പള്ളിയിലും മുട്ടത്താം വയലിലും മരങ്ങൾ വൈദ്യുത ലൈനിലേക്ക് ഒടിഞ്ഞു വീണു. കനത്ത മഴയിൽ വീട് തകർന്നു. തളാപ്പ് അമ്പലത്തിന് സമീപം സജിത രാജിന്റെ വീടാണ് തകർന്നത്. അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. ശക്തമായ കാറ്റടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ പുലർച്ചെ 3:30 ഇവർ ഉണർന്നിരുന്നു. 4 മണിയോടെയാണ് അടുക്കള ഭാഗം തകർന്നത്. സജിതയും രാജനും ബന്ധുവീട്ടിലേക്ക് മാറി. വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.